കണ്ണൂരിലെ പാനൂരിൽ നഗരസഭാ ഉദ്യോഗസ്ഥനെതിരെ പോലീസ് കേസ്. താൽക്കാലിക ജീവനക്കാരിയെ സ്ഥിരപ്പെടുത്താൻ വ്യാജരേഖ ഉണ്ടാക്കിയെന്ന പരാതിയിലാണ് കേസ്. നഗരസഭയിലെ മുൻ ക്ലർക്ക് ഇ.പി. അശോകനെതിരാണ് കേസെടുത്തത്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങളുമായി ചേരുന്നു. ബിജീഷ്, ഇതെന്താണ് സംഭവം? അജിംസ്, ഇത് 2021 ജനുവരി 29 ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് പാനൂർ നഗരസഭയിൽ നടന്നത്. പാനൂർ നഗരസഭയിലെ ക്ലർക്കായിരുന്ന ഇ.പി. ശശിധരൻ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. 2021 നടന്ന ഈ സംഭവത്തിൽ കഴിഞ്ഞ 25-ാം തീയതിയാണ് പാനൂർ നഗരസഭാ സെക്രട്ടറി പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ഈ നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരി എംപ്ലോയ്മെന്റ് വഴി നിയമിച്ച ഒരു ജീവനക്കാരിയെ സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഓഫീസ് മിനിറ്റ്സ് അതിനകത്ത് മാറ്റം വരുത്തി എന്നുള്ളതാണ് ശശിധരനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ശശിധരന് ഈ ആരോപണം നേരത്തെ ഉയർന്ന ഘട്ടത്തിൽ തന്നെ പാനൂർ നഗരസഭയിൽ നിന്ന് മട്ടന്നൂർ നഗരസഭയിലേക്ക് സ്ഥാനം മാറ്റം വരുത്തിയിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ ഈ പരാതി കൊടുക്കുന്നതിൽ വൈകൽ വന്നത് ഡിപ്പാർട്ട്മെന്റ് തല നടപടികളും അതിന്റെ ബാക്കിയുള്ള ഔദ്യോഗിക കാര്യങ്ങൾ കൂടി നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഔദ്യോഗികമായി പരാതി കൊടുക്കുന്നതിന്, പോലീസിൽ പരാതി കൊടുക്കുന്നതിന് കാലതാമസം ഉണ്ടായത് എന്നുള്ളതാണ് പാനൂർ നഗരസഭാ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അജിംസ്, ശരി.